വെൽക്കം ബാക്ക് ടു എജുപോഡ്. സ്വാതി മിസ് ആണ്. അപ്പം മക്കളെ, ഓൺ എക്സാമിന്റെ വളരെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ സ്പീഡാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, മിസ്സിന് അറിയാം. സോ അതിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ആഡ് ഓൺ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് സ്വാതി മിസ് ഇന്ന് വന്നിരിക്കുന്നത്. സോ വീഡിയോ കംപ്ലീറ്റ് കാണാം, സ്കിപ്പ് ചെയ്ത് കളയണ്ട. വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രാമർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നെറ്റി ചുളിച്ച് അയ്യോ ഇത് എന്തൊരു വൃത്തികെട്ട ഗ്രാമറാണ് എന്നൊന്നും ചിന്തിക്കരുത്. വളരെ ഈസി ആയിട്ട് ക്യുക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, വളരെ കുറഞ്ഞ ടൈമിനകത്ത്. റെഡി, സെറ്റ് ആണല്ലോ? അപ്പം നമുക്ക് നോക്കാം എന്താണ് വരുന്നത് എന്ന്. നിങ്ങൾക്ക് മിസ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ബാക്കിലേക്ക് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല 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 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് മുന്നേ ഒരു ടൈമിൽ എക്സാമിന് വന്നിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് മിസ് ദേ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ സംഭവം എന്താണ് നോക്കിയോ. ക്വസ്റ്റ്യൻ മിസ് ഒന്ന് വായിക്കാം. സഹി വികൽപ്പ് ചുൻകർ ലിഖേ, ശരിയായിട്ടുള്ള രൂപം കണ്ടെത്തി എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് കുറേ രൂപങ്ങൾ, കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, യ പ്ലസ് കോ ഉൻഹേം, എ പ്ലസ് കോ ഉൻഹേം, വേ പ്ലസ് കോ ഉൻഹേം, വൗ പ്ലസ് കോ ഉൻഹേം. അതേപോലെ തന്നെ താഴെയും സെയിം ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതിലൊരെണ്ണം ഇത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ വരാറ്. 2 മാർക്ക്, 2 മാർക്ക്, 1 മാർക്കല്ല 2 മാർക്കിനാണ് നിങ്ങൾക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻ വരാറ്. അപ്പോൾ 2 മാർക്കല്ലേ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ വർഷം മുതൽ അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് മിസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ? അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരും, എന്താണ് ഈ യഹ്, എന്താണ് ഈ എ, അല്ലെങ്കിൽ ഈ വഹ് എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള വേ എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് വരാറുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മക്കളെ ഈ യഹ് എന്താണ്, വഹ് എന്താണ് എന്നൊക്കെ മിസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. റെഡി ആണല്ലോ? അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഫസ്റ്റ് വരുന്ന യഹ്, വഹ്, വേ, എ ഇതൊക്കെ എന്താണ്? ഇതാണ് എന്ത്? സർവനാം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അത് എന്താണ് സംഭവം മിസ്സേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, ഈസി ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതേ മിസ് ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് നന്നാക്കി വായിച്ചു നോക്കാം. അതവിടെ നിൽക്കട്ടെ, മിസ് പറഞ്ഞു തരാം. അതായത് ഈ സർവനാമം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്താണ്, നമ്മുടെ ഹിന്ദിയിൽ ഹിന്ദി ഭാഷയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ എഴുതുകയാണ്, എന്തും ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു ടൈമിൽ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചില എന്തൊക്കെയുണ്ട്, ചില വേർഡ്സ് ഒക്കെ ഉണ്ട്. റിപ്പീറ്റേഷൻ എന്താണെന്ന് ഞാൻ ഈസി ആക്കി പറഞ്ഞുതരാം. ഇപ്പം മിസ്സിനെ കുറിച്ചിട്ട് പറയാണ്, സ്വാതി മിസ്സിനെ കുറിച്ചിട്ട് പറയാണ്. സ്വാതി മിസ് കോഴിക്കോട് നിന്നാണ് വരുന്നത്. സ്വാതി മിസ് എജുപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. സ്വാതി മിസ്സിന്റെ വീട് ഇവിടെയാണ്. സ്വാതി മിസ്സിന്റെ വീട്ടിൽ ഇത്ര പേരുണ്ട്. അപ്പോൾ വീണ്ടും ഈ സ്വാതി എന്ന് കേൾക്കുമ്പം നല്ല വൃത്തികേടുണ്ടല്ലോ, നല്ല ബോറാണല്ലോ. ആ വൃത്തികേട്, ആ ബോർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കയറി വരുന്നത്, സർവനാം കയറി വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർവനാമിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോനൗൺ എന്ന് പറയും. നൗൺ എന്താ നിങ്ങൾക്കറിയാം, ഒരാളുടെ പേരോ ഒരു സ്ഥലത്തിന്റെ പേരൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നൗൺ യൂസ് ചെയ്യും. നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, പ്രോനൗൺ എന്ന് പറയുന്നത്. അതാണ് എന്ത്, സർവനാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. നോക്കിക്കോ, ഹിന്ദി ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത, റിപ്പീറ്റേഷൻ ആണ്. ഓക്കെ, ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടിയും പേരറിയാത്തവയുടെ പേരിന് പകരമായും ഉപയോഗിക്കുന്ന ചില എക്സ്ട്രാ പേരുകളെയാണ് എന്ത് പറയുന്നത്, സർവനാമങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പേരറിയാത്തവയുടെ പേരിന് പകരമായിട്ട്. ഇതേ ഉള്ളൂ സംഭവം. ടോട്ടൽ എത്ര സർവനാമം ഹിന്ദിയിലുണ്ട്? സർവനാമങ്ങൾ 15 എണ്ണമാണുള്ളത്. റെഡി അല്ലേ? സെറ്റ് ആണല്ലോ? അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് വരുന്ന വഹ് എന്താ, എ എന്താ, വേ എന്താ എന്നൊക്കെ മനസ്സിലായല്ലോ. 15 സർവനാമങ്ങളുണ്ട്. ആ 15 എണ്ണത്തിലെ ഓരോ എണ്ണമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി ആ 15 സർവനാമങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് മിസ്സേ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഇതാണ് എന്ത്, ആ 15 സർവനാമങ്ങൾ. കറക്റ്റ് പക്ക
പക്കായാക്കിയിട്ട് വിത്ത് മലയാളം മീനിങ് മിസ് ഇവിടെ തന്നിട്ടുണ്ട്, പഠിച്ചിട്ട് വെക്കുക. റെഡിയല്ലേ? 15 സർവനാമങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. റെഡിയാണ്? അപ്പൊ ആ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വരുന്ന യഹ് വഹ് വേ യേ എന്താണെന്ന് മനസ്സിലായല്ലോ, സർവനാമാണ്. ഇനി നമ്മൾ തിരിച്ചു വീണ്ടും ആ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കിയോളൂ, ഈ ക്വസ്റ്റ്യനിൽ ഈ സെക്കൻഡ് സ്പേസിൽ നോക്കിയേ, രണ്ടാമത്തെ ഒരെണ്ണം കിടക്കുന്നുണ്ടല്ലോ, ദേ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, കോ കാണുന്നുണ്ട്, ഇവിടെ കെ കീ കാണുന്നുണ്ട്, ഇവിടെ കാ കെ കാണുന്നുണ്ട്, കണ്ടോ ഇവിടെ കോ എന്ന് കാണുന്നുണ്ട്. അപ്പം രണ്ടാമത് വരുന്ന ഈ കാ കെ കീ നേ കോ സേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡിയാണല്ലോ? സെറ്റാണല്ലോ? അപ്പൊ നോക്കിക്കോളൂ, ഫസ്റ്റ് നമ്മൾ സർവനാമാണെന്ന് മനസ്സിലാക്കി. ഇനി രണ്ടാമത് വരുന്നത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ എന്ത് പറയും? പ്രിപ്പൊസിഷൻസ് എന്ന് പറയും. പ്രിപ്പൊസിഷൻ അതായത് വിഭക്തി പ്രത്യയം എന്നാണ് ഹിന്ദിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രിപ്പൊസിഷൻ എന്താ? നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇൻ, ഓൺ, അറ്റ് എന്നൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ്? പ്രിപ്പൊസിഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വാക്കുകളൊക്കെ കൂട്ടി മാച്ച് ആക്കി എഴുതി ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് മീനിങ് ഫുൾ ആകണം. മീനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ LKG കുട്ടികൾ മലയാളം എഴുതി വെച്ച പോലെ ഉണ്ടായിരിക്കും. ആണല്ലോ, ഫസ്റ്റ് വരേണ്ടത് ലാസ്റ്റ് ആയിരിക്കും, ലാസ്റ്റ് വരേണ്ടത് നടുക്കിലായിരിക്കും, ഒരു മീനിങ്ങും ഉണ്ടാവില്ല. അപ്പം ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ശബ്ദരൂപങ്ങളാണ് എന്ത്? വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കിയാൽ പക്ക ക്ലിയർ ആയിരിക്കും എന്താണ് പ്രോണൗൺ എന്ന്. ഹിന്ദി ഭാഷയിലെ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്നതിന്, സെന്റൻസ് ഉണ്ടാക്കുന്നതിന് സഹായകരമായി തീരുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ചില ശബ്ദരൂപങ്ങളാണ് വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ടോട്ടൽ ഹിന്ദിയിൽ എത്ര വിഭക്തി പ്രത്യയങ്ങളുണ്ട്? 9 എണ്ണമാണ്. 15 സർവനാമുണ്ട്, 9 വിഭക്തി പ്രത്യയങ്ങളുണ്ട്. റെഡി? സെറ്റാണല്ലോ? അപ്പം സെറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും വരുന്ന ഈ രണ്ട് സംഭവങ്ങൾ ഇതുവരെ നിങ്ങൾ എന്തോ വലുതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. എനിവേ അതെല്ലാം അവിടെ കിടക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഇനി മുതൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഫസ്റ്റിൽ കാണുന്നത് എന്താണ്, സെക്കൻഡിൽ കാണുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഫസ്റ്റ് കാണുന്നത് സർവനാമാണ്, പ്ലസ് വരുന്നതാണ് വിഭക്തി പ്രത്യയം. ഓക്കെ, റെഡിയാണ്? ഇനിയാണ് നമ്മുടെ മെയിൻ വരുന്നത് എന്താണ്? ഈ ഒരു സർവനാമവും ഒരു വിഭക്തി പ്രത്യയവും തമ്മിൽ കൂടി ചേർന്നാൽ എന്താണ് മാറുന്നത്? എന്തായിട്ടാണ് മാറുന്നത്? എന്ത് ചേഞ്ച് ആണ് വരുന്നത്? കണ്ടോ, എ പ്ലസ് കോ ഉൻഹേം ആണോ? ഇനി യഹു പ്ലസ് കോ ആണോ ഉൻഹേം? കൺഫ്യൂഷൻ വരുമല്ലോ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു വിഭക്തി പ്രത്യയവും സർവനാമം കൂടി ചേരുമ്പം അതിന് സംഭവിക്കുന്ന മാറ്റം. റെഡിയാണ്? അപ്പം ഇനി മക്കളെ വളരെ ഈസി ആയിട്ടാണ് മിസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഒരു തോട്ട് വന്നിട്ടുണ്ടായിരിക്കും, അയ്യോ മിസ് ഈ 15 സർവനാമങ്ങളൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉണ്ടായിരിക്കുമല്ലോ. ഒരു സാധനം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നല്ലോ. പേടിക്കണ്ട, നോക്കിക്കോ. 15 സർവനാമങ്ങളൊന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കൂല. 15 എണ്ണത്തിൽ തന്നെ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. അതെ, ഇത് 15 സർവനാമങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്താണ്? 15 സർവനാമങ്ങളാണ്. അതിൻ്റെ തൊട്ടടുത്ത് മിസ് കൊടുത്തിട്ടുള്ളത് 9 എണ്ണമാണ്. ആ 15 എണ്ണത്തിൽ നിങ്ങൾക്ക് വെറും 9 എണ്ണത്തിന് മാത്രമേ എന്ത് വരുന്നേ ഉള്ളൂ? ഈ വിഭക്തി പ്രത്യയങ്ങളുടെ കൂടെ ചേരുമ്പം മാറ്റം വരുന്നേ ഉള്ളൂ. ആ 9 എണ്ണത്തിന് മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. ബാക്കി നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അങ്ങ് വിട്ട് കളഞ്ഞേ, സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്ക്. 9 എണ്ണത്തിന് മാത്രമേ വിഭക്തി പ്രത്യയത്തിന്റെ കൂടെ ചേരുമ്പോൾ ചേഞ്ച് വരുന്നേ ഉള്ളൂ. ഈ 9 എണ്ണത്തിൽ തന്നെ എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 4-5 എണ്ണം ഉണ്ട്. അത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? 15 എണ്ണം നമ്മൾ ചെറുതാക്കി 9 എണ്ണേ ഉള്ളൂ. 9 എണ്ണത്തിൽ തന്നെ സ്വാതി മിസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതേ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. നോക്കിയോളൂ, ഇതിൽ നിങ്ങൾക്ക് എക്സാമിന് റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ് കണ്ടിട്ടുള്ള സർവനാമം എന്ന് പറഞ്ഞാൽ വഹ്, യഹ്, മേം, വേ, യേ. ഇത്രയും എണ്ണം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പം നിങ്ങളുടെ ഭാഗ്യം പോലെ ഉണ്ടായിരിക്കും. ഈ വർഷം ചിലപ്പോൾ ഒറ്റ വട്ടവും ചോദിക്കാത്ത ജോയോ കോയോ കോനോ ഏതെങ്കിലുമൊക്കെ ചോദിക്കാം. പക്ഷേ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ് എന്ന് മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വഹ്, യഹ്, വേ, യേ, മേ. ഇത്ര എണ്ണമാണ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ മിസ് കൊടുത്തിട്ടുള്ളത് എന്താണ്? ഈ 9 വിഭക്തി പ്രത്യയങ്ങളാണ്. ഈ 9 എണ്ണത്തിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുള്ളത് ഈ 9 എണ്ണം ഉണ്ടല്ലോ, ഇത് തമ്മിൽ കൂടി ചേരുമ്പോൾ ഉള്ള ചേഞ്ച് ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറ്. റെഡിയാണ്? ഇനി 9 എണ്ണത്തിനും എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്ന് മിസ് ഇവിടെ സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ നോക്കിക്കോ, കണ്ടോ, ഇത് മേം എന്ന ഒറ്റ സർവനാമാണ്. ആ സർവനാമതേ 9 വിഭക്തി പ്രത്യയങ്ങളാണ്. കണ്ടോ, 3 എണ്ണം, അടുത്ത 3 എണ്ണം,
നെക്സ്റ്റ് 3 കണ്ടോ? ഈ 9 വിഭക്തി പ്രത്യയന്റെ കൂടെ ചേരുമ്പോഴുള്ള മാറ്റമാണ് ദേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണല്ലോ എക്സാമിന് ചോദിക്കാറ് അല്ലേ? അപ്പം ഒരെണ്ണം മാത്രമാണ് മക്കളെ ഈ ഒരു പേജിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്, മേം എന്ന സർവനാം മാത്രം. ഓക്കെ, റെഡി? അപ്പോൾ ദേ അടുത്തേ കൊടുത്തിട്ടുണ്ട് തു എന്ന സർവനാമാണ്. ദേ 9 വിഭക്തി പ്രത്യയങ്ങളുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഈ കാ, കെ, കി, നേ, കോ, സേ എന്നൊന്നും കാണുമ്പം എന്തോ ആണ്, അതെന്തോ ഒരു കാ എന്തോ ഒരു കെ എന്ന് പറയരുത്. അതെന്താണ്? വിഭക്തി പ്രത്യയങ്ങളാണ്. 9 എണ്ണാണുള്ളത്. അടുത്തതേ കൊടുത്തിട്ടുണ്ട് എല്ലാം 9 എണ്ണം. മിസ് കറക്റ്റ് പക്കാ ക്ലിയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു 5 എണ്ണം ഡെഫിനറ്റ്ലി പഠിച്ചിട്ട് വെക്കുക. ഒരു കോംപ്രമൈസും വേണ്ട, തീർച്ചയായിട്ടും അത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. റെഡിയാണ്? സെറ്റ് ആണല്ലോ? 15 എണ്ണം നമ്മൾ ഷോർട്ട് ചെയ്തു 9 എണ്ണം ആക്കി. 9 എണ്ണം മിസ് ഷോർട്ട് ചെയ്തിട്ട് 5 എണ്ണം ആക്കിയിട്ടുണ്ട്, എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മൊത്തമായിട്ട് പഠിച്ചോന്നൊന്നും മിസ് പറയുന്നില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, നന്നാക്കി അറിയാം. അതാണ് കറക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് എന്ന് ഞാൻ മെൻഷൻ ചെയ്തത്. റെഡിയാണല്ലോ? അപ്പോൾ അതേ മിസ് കറക്റ്റ് 9 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ 9 എണ്ണത്തിൽ 5 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. അത് തന്നെയാണ് ചോദിക്കാറ്. റെഡിയാണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പം മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇനി നോക്കിക്കോ, ഇത് നോക്കിക്കേ. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവിടെ കറക്റ്റ് ആൻസർ ഇതേ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. വേ പ്ലസ് കോ ഉൻഹേം എന്നതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വേ എന്ന സർവനാമം ഉണ്ടല്ലോ, മിസ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നെ. ഈ വേ എന്ന സർവനാമം എവിടെ ഒറ്റ സെക്കൻഡ്. ഈ വേ എന്ന സർവനാമിൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേ പ്ലസ് കോ എന്താണ്. വേ പ്ലസ് കോ ഉൻഹേം അല്ലെങ്കിൽ ഉൻകോ. കണ്ടോ? റെഡിയാണല്ലോ? ഇപ്പൊ മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് എഴുതി വെക്കേണ്ടത് എന്ന്. ക്ലിയർ? ഓൾ ക്ലിയർ? റെഡിയാണ്? അപ്പം ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദേ ഇതാണ് കറക്റ്റ് ആൻസർ. ബഹു പ്ലസ് കി ഉസ്കി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് നോക്കാം? ഈ ബഹു എന്ന സർവനാം മിസ് കാണിച്ചു തന്നിട്ടുള്ള ആ പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെറ്റാണ്? റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റാണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് മിസ് നമ്മുടെ സൂപ്പർ ബാച്ചിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. സൂപ്പർ ബാച്ചിലെ സ്റ്റുഡൻസിന് ഓൾറെഡി ആ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അപ്പം അത് കണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആക്കി ഒന്ന് പഠിച്ചിട്ട് വെക്കുക. 5 എണ്ണം ഡെഫിനറ്റ്ലി ഒരു കോംപ്രമൈസും ഇല്ല, പഠിച്ചിട്ട് വെച്ചോളാം. റെഡിയാണല്ലോ? അപ്പം റിപ്പീറ്റ് ആയിട്ട് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതൊരു കാരണവശാലും ഇനി വരാതിരിക്കൂല, എന്തായാലും വരും. അപ്പം നന്നാക്കി പഠിച്ചിട്ട് വെക്കുക. സെറ്റാണല്ലോ? ഇനിയിപ്പോൾ ഗ്രാമർ എന്തോ വലിയ ആനയാണ്, ചേനയാണ്, കുതിരയാണ് എന്നുള്ള തോന്നലൊന്നും വേണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. റെഡിയാണ്? സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പം നന്നാക്കി പഠിച്ചു തുടങ്ങുക. ഗ്രാമർ അല്ലേ എന്ന് കരുതി വിട്ട് കളയരുത്. ആ 2 മാർക്കായിരിക്കും തീരുമാനിക്കുന്നത് A+ വേണോ തോറ്റു പോണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നന്നാക്കി പഠിച്ചിട്ട് തുടങ്ങുക. എക്സാം ആണ് നമ്മുടെ ലക്ഷ്യം. റെഡിയാണ്? ഗ്രാമർ സെറ്റാണല്ലോ? സെറ്റാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഷുവറായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് ഒന്ന് പറയാം, മനസ്സിലായോ എന്ന് പറയാം. റെഡിയാണ്? സെറ്റാണ്. സോ മക്കളെ, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് പഠിച്ചോ കേട്ടോ.